ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക്. സദ്യ മാത്രം കഴിച്ചാൽ പോരെ, ലാസ്റ്റ് പായസവും പപ്പടവും എന്താ പറയുക പഴവും ഒക്കെ കൂടി ആകുമ്പോൾ അടിപൊളിയായിരിക്കില്ല. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് പാലട പായസം കേട്ടോ. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മെത്തേഡാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതാദ്യം തന്നെ വേണ്ടത്, ഞാനിപ്പോൾ ഇതേപോലെ അരിയടയില്ലേ അതെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ മട്ട അരിൻ്റെതും ഉണ്ടാകും. ഏതാണോ ഇഷ്ടം അതുപോലെ എടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതാ ഞാനിപ്പോൾ 1 കപ്പാണ് എടുത്തത്. അതിലേക്ക് 1.5 കപ്പ് തിളച്ച ചൂടുവെള്ളമില്ലേ അത് ഒഴിച്ച് വെച്ച് കൊടുത്തിട്ട് ഒന്ന് സോക്ക് ചെയ്യണം. നമ്മൾ കുക്ക് ചെയ്യുന്നതിന് പായസം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു 5-10 മിനിറ്റ് മുന്നേ സോക്ക് ചെയ്താലും മതി കേട്ടോ. എന്നിട്ടിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനിയിപ്പോൾ വേണ്ടത്, ഞാൻ വേറൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് നോൺ സ്റ്റിക്കിൻ്റെ. എന്നിട്ട് അതിലേക്ക് ഞാനിപ്പോൾ 1.5 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1.5 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം ഞാൻ 3 കപ്പാട്ടോ എടുത്തത്. അപ്പോൾ ഇതാ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ പാലില്ലേ നല്ലോണം ഒന്ന് തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നിങ്ങൾക്ക് പിങ്ക് പാലട പായസം വേണ്ടതെങ്കിൽ നിങ്ങൾക്കില്ലേ പഞ്ചസാര ഇതിലേക്ക് ഇടുന്നത് കാരമലൈസ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. ഇതിപ്പം ഞാൻ എന്താ പറയുക പഞ്ചസാര കാരമലൊന്നും ചെയ്യുന്നില്ല, നോർമൽ രീതിക്കാണ് ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ ഏകദേശം 1/2 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് ആട്ടോ ഇട്ടത്. മിൽക്ക് മെയ്ഡ് നമ്മൾ പായസത്തിലേക്കും കുറച്ച് അധികം ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മൾ പായസത്തിന്. ഇനിയിപ്പോൾ ഇതാ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വേണ്ടതൊന്ന് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഏലക്കായിൻ്റെ പൊടിയില്ലേ അത് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ വേണ്ടത് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച അടയില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഈ അട ഒന്ന് കുക്കാവണം, വേവിച്ചെടുക്കുക നല്ലപോലെ. ആ സമയം പാലൊക്കെ ഒന്ന് കുറുകി സെറ്റായി വരും കേട്ടോ. ഈ അടുപ്പത്ത് തന്നെ വല്ലാണ്ട് കുറുകിയിട്ട് എടുക്കാൻ നിൽക്കരുത്. അങ്ങനെ ആകുമ്പോൾ പുറത്തേക്ക് വെച്ചാൽ ഭയങ്കര കട്ടിയായി പോകും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാനിതിലേക്ക് 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1/2 കപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മധുരം നോക്കിയിട്ട് പോരെങ്കിൽ മധുരം ഇട്ട് കൊടുക്കണം കേട്ടോ. പായസത്തിലൊക്കെ കുറച്ച് മധുരം വേണം. മധുരം കൂടിപ്പോയാൽ പിന്നെ നമുക്ക് കുടിക്കാനേ പറ്റില്ല. അപ്പോൾ അത്യാവശ്യം മധുരം എന്തായാലും വേണം കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഒന്ന് തിളച്ച് വന്നപ്പോൾ ഇതെന്താ പറയുക കുറച്ചും കൂടി വേവാനുണ്ട്. അപ്പോൾ ഞാൻ 5 മിനിറ്റും കൂടി എന്താ പറയുക വെക്കുന്നുണ്ട്. ഏകദേശം ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റും കൂടി കഴിഞ്ഞിട്ട് നമുക്കിതിന് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു സമയമായപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യോ ബട്ടറോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. എന്നിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഒന്ന് വറുത്തെടുക്കണം. ഇതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മുന്തിരിയും അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് കരിഞ്ഞു പോവാൻ ശ്രദ്ധിക്കണം കേട്ടോ. കരിഞ്ഞു പോയാൽ പായസത്തിലേക്ക് ഇടുമ്പോൾ മൊത്തം ഫ്ലേവറേ മാറിപ്പോവും കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് നമ്മളെ നേരത്തെ പായസം ഇല്ല അതിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടാണ് മിക്സ് ചെയ്യുന്നെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പാലട പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടോ, കഴിക്കാൻ അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയും. അപ്പം മറ്റൊരു റെസിപ്പി ആയിട്ട് പെട്ടെന്ന് വരുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു.